ഔദ്യോഗിക പദവികളൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ രണ്ട് കലോത്സവ കാലങ്ങളിൽ ഒരാൾ കലോത്സവ വേദികളെയൊക്കെ അത്രയും ആകർഷകമാക്കിയ അത്രയും വലിയ കലാ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു കാതിക ഗായിക, മറ്റൊരാൾ കലോത്സവ ഏകോപനത്തിൽ അതിന്റെ എക്സ്പേർട്ടായ മറ്റൊരാൾ. അപ്പോൾ ഇവരാണെന്ന് നമുക്കിപ്പോൾ ഉള്ളത്. അവരുടെ സ്വന്തം നഗരത്തിൽ കലോത്സവം എത്തിയിരിക്കുകയാണ്. എന്താ ആ വൈബിലേക്ക് എത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും രാവിലെ തൊട്ട് ചാനലുകാർ ഇറങ്ങിയോണ്ട് ഏത് ചാനൽ തുടങ്ങിയാലും ഇവരാണ് വൈബ്. എല്ലാരും ഒരു സംഘം വൈബ് ഉണ്ടാക്കണം, നഗരത്തിന് ആ ഒരു ഊർജം കൊടുക്കണം ഞങ്ങൾ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലേ, ഒരു കലോത്സവ വൈബ് ഉണ്ടാവും അതൊക്കെ പറയുന്നത്. 6 മണിക്കൊന്നും അല്ല, ഞങ്ങളൊക്കെ കലോത്സവത്തിൽ രാത്രി 2 മണി 3 മണി 4 മണി 5 മണിക്കൊക്കെയാണ് മത്സരിക്കുന്നത്. ഇപ്പൊ മാധ്യമപ്രവർത്തകരും കൂടെ ചേർന്നാണ് കലോത്സവം നടത്തുന്നത്. ശരിക്കും നിങ്ങളെ കാണുമ്പോ എനിക്ക് ഒരു ഡയലോഗ് ഓർമ്മ, മറ്റേ ക്ലാസ്മേറ്റ്സിലെ പൃഥ്വിരാജ് പറയുന്നത് പോലെ കലോത്സവ വേദികളിൽ പൊടിമീശക്കാരനും ഉണ്ടക്കണ്ണി ഏതെങ്കിലും കാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ പരസ്പരം? ഒരേ ലോകത്തിന്റെ പല ഭാഗത്തും ഞാനും വേറെ പൊടിമീശക്കാരെ കണ്ടിട്ടുള്ളവർ ലോകത്തിന്റെ പല ഭാഗത്തായിരിക്കും. ഞാൻ ഗേൾസ് സ്കൂളിലും കൂടിയാ പഠിച്ചത്, അതുകൊണ്ട് തന്നെ കലോത്സവത്തിൽ പോകുമ്പോ മാത്രമേ ഇവരെയൊക്കെ കാണാറുള്ളൂ. കോൺവെന്റ് ഗേൾസ് സ്കൂളാണ്, വേറെ ട്യൂഷനൊന്നും പോയിട്ടില്ല. അപ്പൊ ആകെ പഠിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ അതെ. കലോത്സവം ഹോളി ഏഞ്ചൽസും കാർമലും തമ്മിലടി, കോട്ടൺ ഹില്ലും, നിങ്ങൾ ICSE-കാർക്ക് ഇതിൽ എന്താണ് നമ്മൾ ICSE-കാർക്ക് അവർക്ക് ഞങ്ങളോട് പുച്ഛമായിരുന്നു. ICSE നമുക്ക് വേറെ ഇത് കലോത്സവം സ്കൂളിന്റെ പ്രോഗ്രാമിൽ അവിടെ പഠിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ CET പഠിച്ചപ്പം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ തരത്തിലുള്ള യൂണിവേഴ്സിറ്റി കലോത്സവം അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ MBA പോയപ്പം പല സ്ഥലങ്ങളിൽ പല ക്യാമ്പസുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ യുവജനോത്സവത്തിന്റെ ആ ഒരു വൈബ് ICSE പഠിച്ച് കിട്ടില്ല എന്നുള്ളതൊരു തുറന്ന് പറയുകയാണ്. കാരണം അതുകൊണ്ട് ഇങ്ങനെ അവിടെ വന്ന് സദസ്സിലിരുന്നിട്ട് ഇവര് വൈബ് ആസ്വദിക്കുമായിരുന്നു. കാതികയാണ്, ഗായികയാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ ഓർമ്മകളാ കലോത്സവ നഗരത്തിൽ? ഇപ്പൊ നാഷണൽ അന്തം കോമ്പറ്റീഷനിൽ വരെ കപ്പടിച്ചിട്ടുണ്ട്, അറിയാം. പുഷ്പോത്സവം തൊട്ട് അപ്പൊ ഈ കലോത്സവ നഗരം നാഷണൽ ആന്തം പാടണം, പല രാജ്യങ്ങളിലും പാടണം. ഇല്ല, നമ്മള് മാത്രം. അതിന് സമയം പാടണമല്ലോ. അതിനൊരു പ്രൈസ് ഉണ്ട്, അറിയാമോ? വിട്ടുതരില്ല. അപ്പൊ ആ ഒരു സംശയം ഇപ്പോഴും മാറുന്നില്ല. ഈ കലാപ്രകടനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും സുപരിചിതരാണ്. അപ്പൊ ഈ കലോത്സവത്തിന്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഭയങ്കര രസകരമായ ഏതെങ്കിലും ഒരു കലോത്സവ ഓർമ്മ? ഒരുപാടുണ്ടാവും, എന്നാലും ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്ന ഒരു സാധനം. രസകരമായ എന്നുള്ളത് പറയാനായിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ബേസിക്കലി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പാതിരാത്രിയൊക്കെ കഷ്ടപ്പെട്ട് ഉറക്കം ഒളിച്ചിരുന്ന് വേദിയിലേക്ക് 2 മണിക്കും 3 മണിക്കും ഒക്കെ കയറി ഓരോന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഓർമ്മകളാണ് കൂടുതലുള്ളത്. പിന്നെ കലോത്സവ വേദികളെക്കാളും അതിന്റെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പരിശീലന കാലത്തുള്ള ഓർമ്മകളാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അത്രയും സമയം ശരിക്കും ആ പരിശീലനത്തിലാണ് ചെലവഴിക്കുന്നത്. വേദിയിൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ എപ്പോൾ ബെല്ലടിക്കും, സമയം കഴിയോ ഇല്ലയോ, ജഡ്ജസ് ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പല ഘടകങ്ങൾ നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു പേരന്റ്സിന്റെ. ഇതുപോലത്തെ ഹെലികോപ്റ്റർ പേരന്റിംഗ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് അതെ, കുട്ടികളുടെ മത്സരം, അധ്യാപകരും പിന്നെ കുടുംബാംഗങ്ങളും. നമ്മളിപ്പോ എനിക്കാണെങ്കിൽ അമ്മ ഇങ്ങനെ 24 മണിക്കൂറും കലോത്സവ വേദികളിൽ അമ്മയും അപ്പ ഇങ്ങനെ കൂടെ നടക്കുമായിരുന്നു. അതിപ്പം അവര് കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അധ്യാപകർ കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആ സമയത്ത്. എനിക്ക് അല്ലാതെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ കാലത്ത് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഇതിന്റെ മുഖ്യ സംഘാടകരിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കാലത്ത് ഇതിന്റെയൊക്കെ സ്വപ്നങ്ങളിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അന്ന്, തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ ഓരോ വേദികളിൽ നമ്മൾ പോകുമ്പോഴും ഒക്കെ അവിടെ അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. അതായത് നമ്മൾ പോയി മത്സരിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ളത്, നമ്മുടെ പരിപാടി അവതരിപ്പിക്കുക തിരിച്ചു വരിക എന്നുള്ളൊരു മോഡല്ലായിരുന്നു. അവിടെ പോയാലും നമ്മുടെ പരിപാടി കഴിഞ്ഞാലും ഇങ്ങനെ
കറങ്ങി നടന്നാലും എങ്ങനെയാണ് ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ജഡ്ജസിനോടായാലും അല്ലെങ്കിൽ സംഘാടകരോടായാലും ഒക്കെ പോയി സംസാരിക്കുമായിരുന്നു. വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ത്വര ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തിരുവനന്തപുരം നഗരത്തിൽ വരുമ്പോ എന്തായിരിക്കും പ്രത്യേകത? കലോത്സവത്തിന് എന്ത് തോന്നുന്നു? അല്ല, പലപ്പോഴും ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഈ ഇതുപോലെ കലോത്സവം, കലാ പാർട്ടിസിപ്പേഷൻ കുറവ്, നമ്മളൊക്കെ ഇച്ചിരി മുരടന്മാരാന്നൊരു പൊതു അഭിപ്രായം നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, പൊതുവെ ഇവർക്കുണ്ട്, അങ്ങനെയില്ല. അല്ല, പല ആളുകൾക്കും അങ്ങനെയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വൈബുള്ള, ഇന്ന് രാത്രി ഏറ്റവും കൂടുതൽ വെളിയിറങ്ങാൻ പറ്റുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ സ്പോട്ടുകളുള്ള സ്ഥലം തിരുവനന്തപുരമാണ്. അതുകൊണ്ട് നല്ല ഏറ്റവും വൈബുള്ള സ്ഥലമാണ്. തിരുവനന്തപുരത്ത് വന്ന മറ്റ് ജില്ലക്കാർക്ക് പല കാര്യങ്ങളും, അവിടെ കിട്ടാത്ത പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പം ബോളിയും പായസവും കഴിക്കാൻ പറ്റും, തിരുവനന്തപുരത്ത് പറ്റും. അണ്ടർപാസിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഞാൻ പഠിച്ചു അണ്ടർപാസിൽ കൂടെ പോയാൽ പോകാൻ പറ്റും, അത് തിരുവനന്തപുരത്ത് പറ്റത്തുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെതായ പല പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ നഗരത്തിൽ വളർന്ന് ജനിച്ചതാണെന്ന രീതിയിൽ കലോത്സവത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പിന്നെ ഇവിടെ പ്രത്യേകതയുണ്ട്. ഞാനിപ്പോൾ ഒരു ട്രോള് കാണായിരുന്നു. ഇവിടെ എപ്പോഴും ലൈറ്റാണ്. ഓണത്തിന് ലൈറ്റ് 3 മാസം, ന്യൂ ഇയർ ലൈറ്റ്, ക്രിസ്മസിന് ലൈറ്റ്, പിന്നെ കേരളത്തിന് ലൈറ്റ്, ഇനിയിപ്പോൾ കലോത്സവമായിട്ട് ലൈറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ തിരുവനന്തപുരംകാർ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് കനകക്കുന്ന് മുതൽ അങ്ങ് പാളയം വരെ ഫുൾ ലൈറ്റാണ്. ജെൻസിയുടെ ഭാഷ പറഞ്ഞ ലിറ്റാണ്. ഫുൾ ലിറ്റാണ്, ഫുൾ വൈബാണ്. അതുകൊണ്ട് കുഞ്ഞിന് എപ്പോഴും സന്തോഷമാണ് ലൈറ്റ് കാണാനെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ തോന്നുന്നുണ്ടോ കലോത്സവത്തിന്? തീർച്ചയായിട്ടും കൊണ്ടുപോകും. മേളം കാണാനാണ് പുള്ളിക്ക് താല്പര്യം. അപ്പൊ കുഞ്ഞിന് ചെണ്ടയും ഈ വാദ്യമേളങ്ങളും വലിയ താല്പര്യമാണ്. അപ്പൊ അത് കാണാനായിട്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാല് അതൊക്കെയാണ് കാണുന്നത്. കലോത്സവ വേദികളിൽ ചേട്ടന്മാരും ചേച്ചിമാരും വായിച്ചിട്ടുള്ള ചെണ്ടമേളവും അതുപോലെ കഥകളി പദങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സാധാരണ. അപ്പൊ അതൊക്കെ ലൈവായിട്ട് കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞു ഈ വീട്ടിൽ 3 കലാകാരന്മാരും കലാപ്രേമികളൊക്കെയാണ്. ഒരാൾ വളർന്നു വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ദിവ്യ സയ്യറിനെ കൂടെ കിട്ടിയിട്ട് ഒരു പാട്ടെങ്കിലും പാടിക്കാതെ വിടാൻ പറ്റില്ല. ഡിവറ്റ് ആണോ അതോ എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതല്ലേ ഡാൻസുകാരനാണ്, അതറിയാമോ? ആണോ? അങ്ങനെ ഒരു നമ്മുടെ സുബലക്ഷ്മി ടീച്ചറാണ് പാട്ട് കല്യാൺ അന്നിവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ കമലതളം സിനിമ കണ്ട് 3 വർഷം ഡാൻസ് പഠിച്ച് എന്റെ അരങ്ങേറ്റം ജവഹർ ബാലഭവനിൽ കഴിഞ്ഞാണ്. ഞാനും രാഹുൽ ഈശ്വരൊക്കെ ഒരേ സമയത്ത് എക്സ്ക്ലൂസീവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനും രാഹുൽ ഈശ്വരൊക്കെ ആണെന്ന് ഒരുമിച്ച്. രാഹുൽ ഇപ്പോഴും എന്നെ കാണുമ്പോ പറയും എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പറഞ്ഞാൽ മതി, എന്റെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു ഫോട്ടോ ഉണ്ട് പണ്ടത്തെ. ഞാനത് അന്ന് നമ്മള് ഈ ഭരതനാട്യം എനിക്ക് നാടോടി ദൃശ്യത്തിന്റെ ബോറായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോഴേ. ഇപ്പൊ കാണുന്ന ഒരാളല്ല ഞാൻ. അത് ഒരു കലാപരം. അന്ന് സത്യം പറഞ്ഞാൽ കമലതളം കണ്ട്, അഞ്ജലി പോയി കമലതളം കണ്ട് ഡാൻസ് പഠിച്ച ഒരാളാണ്. അപ്പൊ ആ ഒരു അതിനോടൊരു ഫീൽ ഉണ്ട്. പിന്നെ കഴിഞ്ഞ കലോത്സവം ട്രിവാൻഡ്രത്ത് അവസാനം വന്നത് 2015-ലോ 2016-ലോ ആണ്. അന്ന് ഘോഷയാത്ര കമ്മിറ്റി ചെയർമാനോ കൺവീനറോ എന്തോ ഒക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ പല സംഘാടനത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വലിയ ഫെസ്റ്റുകൾ MBA പഠിക്കുമ്പം വളരെ സ്കെയിലുള്ള ഫെസ്റ്റുകൾ സീറ്റിലേക്കാണെങ്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി അത്ര ഒന്നും വരില്ല. അപ്പം ഇനി പഴയടത്തിന്റെ പായസം പോലെ ആ കലോത്സവത്തിന്റെ ഒരു മെയിൻ ഐറ്റമായി മാറിയിരിക്കുകയാണ് അല്ലേ? കർട്ടൻ റൈസർ ഐറ്റമായി ദിവ്യ സയ്യറിന്റെ പാട്ട് മാറിയിരിക്കുകയാണ്. എന്റെ പാട്ട് കേട്ടിട്ട് മതിയായിരിക്കും. അത് ഞാൻ സമ്മതിക്കില്ല. മതിയായി എന്ന് പറയില്ലല്ലോ. പറയാൻ പറ്റില്ല. കർട്ടൻ റൈസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പഴയകാല ഓർമ്മകൾ. തിരുവാതിരക്കളിയുടെ കഥകളി കളത്തിന്റെ ഞാൻ കളിക്കുന്നില്ല. ഒരു കഥകളിപ്പദം, അതിൻ്റെ ഒരു തിരുവാതിര വേഷനൊക്കെ ഉണ്ട്. യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയേ ക്ഷാമി സാമി സാധികം മയാ യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയേ ക്ഷാമി സാമി സാധികം മയാ നാമിഹ സേവിച്ചു നിൽപ്പു ഭീമരാ
സേവിച്ചു നിൽപ്പു ഭീമരാജൻ ചൊല്ലു കേൾപ്പു നീ മതേ മൂഖിപ്പോ ഞാനിനകാതേരേപ്പോ യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയേ. അങ്ങനെ മനോഹരമായൊരു തുടക്കം ഈ ദിവസം മെയ്ഡ് മൈ ഡേ എന്നൊക്കെ പറയുന്ന പോലെ. ഒരുപാട് നന്ദി. മാതൃഭൂമിക്കൊപ്പം ചേർന്നതിന് ഒരു ഉത്സവം തന്നെ നടക്കട്ടെ. കലോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ആശംസകളും സംഘാടകയ്ക്കും ആസ്വാദകനും ഒക്കെ. അതെ, ഒരുപാട് സന്തോഷം. അതെ, മെയ്ഡ് മൈ ഡേ എന്ന സ്വാമി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മാതൃഭൂമി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസമാക്കി ഈ ഒരു പുലരിയെ മാറ്റുക കൂടി ചെയ്യുകയാണ് ശബരിയും പിന്നെ ദിവ്യ മാമും ചേർന്ന്, അല്ലേ?